ഹലോ നമസ്കാരം. എല്ലാവർക്കും റൈറ്റേഴ്സ് ഐഎസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിനി വരാൻ പോകുന്ന, അതായത് ഇനി വരുന്ന ഒക്ടോബറിൽ നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയായ SSCയുടെ MTS, അതായത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്. ഓക്കെ, ആ റിക്രൂട്ട്മെന്റ് നമുക്ക് നടത്താൻ പോകുന്ന പരീക്ഷയ്ക്ക് ഉള്ള ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ ഇംഗ്ലീഷ് ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള മുൻ ചോദ്യങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഞാൻ ഇതിലൊരു അനാലിസിസ് വീഡിയോ കൂടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള ഇംഗ്ലീഷ് സബ്ജക്റ്റിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ടൈപ്പ് നമുക്ക് വരാം എന്നുള്ളതിനെ കുറിച്ചൊരു അനാലിസിസ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതെന്ന്. ഓക്കെ, അപ്പം നമുക്ക് നേരെ കാര്യത്തിലേക്ക് പോവാം. ഓക്കെ, അതിനു മുമ്പായിട്ട് ഞാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് ചെറിയൊരു അറിയിപ്പ് തരികയാണ്. കാരണം നമ്മൾ റൈറ്റേഴ്സ് IAS അക്കാഡമി കരുനാഗപ്പള്ളി നമ്മുടെ ഈ SSCയുടെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് സംഘടിപ്പിച്ചിട്ടുണ്ട്. SSC MTS എന്നാണ് കോഴ്സിന്റെ പേര്. ഓക്കെ, ഈ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വരാൻ പോകുന്ന ജൂലൈ 31 നമ്മൾ ആരംഭിക്കുകയാണ്. ആരംഭിച്ചിട്ട് നമുക്ക് എക്സാം വരെ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ നമ്മൾ കൊണ്ടുപോകുന്നത്. നമ്മളുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പൂർണ്ണമായിട്ട് ലൈവ് ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് എന്തെങ്കിലും ഒരു കാരണത്താൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ റെക്കോർഡഡ് ക്ലാസ് അതിന്റെ വീഡിയോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വിത്ത് നോട്ട്സ്, PDF നോട്ട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ എല്ലാ ദിവസവും നമ്മൾ ടെസ്റ്റ് പേപ്പേഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ എക്സ്പ്ലനേഷൻ ക്ലാസ്സുകളുണ്ട്. കൂടാതെ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ സിലബസ് കവറേജ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഫീസിനെ കുറിച്ച് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, വളരെ തുച്ഛമായ അഫോർഡബിൾ ഫീസാണ് നമ്മൾ ഈടാക്കുന്നത്. ഈ ഫീസ് നിങ്ങൾക്ക് പ്രയാസമാണെന്ന് തോന്നുന്നെങ്കിൽ നമ്മൾ ഇതിന്റെ ഒരു EMI സ്കീം കൂടെ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു EMI സ്കീം നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പരീക്ഷ എഴുതാൻ താല്പര്യമുള്ളവർ, പഠിക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തോളൂ. നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്കിനി നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. ശ്രദ്ധിച്ചോളാം. ഓക്കെ, അപ്പം നമ്മൾ ഇംഗ്ലീഷിന്റെ എക്സാം എന്ന് പറയുന്നത് പല തരത്തിലുള്ള ടോപ്പിക്കുകളുണ്ട്. ഒന്നാമത്തെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൊക്കാബുലറി എന്ന് പറയും. ഓക്കെ, അതായത് പുതിയ പുതിയ വാക്കുകൾ പരിചയപ്പെടുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഭാഗം, വൊക്കാബുലറി എന്ന് പറയുന്നത്. ഈ വൊക്കാബുലറി ഭാഗത്ത് നിന്ന് ചില ചോദ്യങ്ങൾ, ചില ടൈപ്പുകൾ എന്ന് വെച്ചാൽ നമുക്ക് സിനോണിംസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, ആന്റോണിംസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അതുപോലെ തന്നെ ഫ്രേസൽ വെർബ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, ഇഡിയോംസ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ, ഓക്കെ, അല്ലെങ്കിൽ വൺ വേർഡ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇങ്ങനെ കുറെ വൊക്കാബുലറിക്കകത്ത് നിന്ന് കുറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതെല്ലാം ഓരോ ടൈപ്പുകളാണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് നമ്മൾ മനസ്സിലാക്കി അതിലൊരു കോൺസെൻട്രേഷൻ കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്തു നിന്നുള്ള മാർക്ക് പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഈ വൊക്കാബുലറി പോലെ തന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമർ പാർട്ടാണ്. ഓക്കെ, ഈ ഗ്രാമറിനകത്ത് നമുക്ക് ടെൻസ് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ പ്രിപ്പോസിഷൻസ് വരുന്നുണ്ട്. ഓക്കെ, ആർട്ടിക്കിൾസ് ചോദിക്കാറുണ്ട്. പിന്നെന്ന് പറയുന്നത് റിപ്പോർട്ട് സ്പീച്ച് ചോദിക്കാറുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ടാഗ്സ് ചോദിക്കാറുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ഗ്രാമർ ക്വസ്റ്റ്യൻസും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തു നിന്നുള്ള ഈ പല തരത്തിലുള്ള ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടുക എന്ന് മാത്രമാണ് ഞാൻ ഇതിനകത്തൊന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇനി വരുന്ന നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ കൃത്യമായിട്ട് പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്ന് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിച്ച് നമുക്ക് പരീക്ഷയ്ക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: സെലക്ട് ദ സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒരു വാക്കുണ്ട്. ഓക്കെ, ഈ ബോൾഡിൽ കൊടുത്തിരിക്കുന്ന വാക്ക്. ഓക്കെ, ഈ വാക്കിന്റെ സിനോണിം താഴെ ഓപ്ഷനിൽ നിന്ന് കണ്ടെത്തുക എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഈ സിനോണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ നമ്മുടെ പര്യായ പദം എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ അർത്ഥം വരുന്ന രണ്ട് വാക്കുകളാണ് നമ്മൾ പര്യായ പദങ്ങൾ എന്ന് പറയുന്നത്. ഒരേ അർത്ഥമായിരിക്കും ഈ രണ്ട് വാക്കുകൾക്കും വരുന്നത്. അപ്പൊ സിനോൺ എന്ന് പറഞ്ഞാൽ ഈ വാക്കിന്റെ സിനോണിം, സ്ട്രേ എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ട്രേയുടെ അതേ അർത്ഥം വരുന്ന വാക്കുകൾ ഉണ്ടോ എന്ന് കണ്ടെത്തുക എന്നാണ് നമ്മുടെ ചോദ്യം. നോക്കിയാട്ടെ, ഈ സ്ട്രേ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അലഞ്ഞു തിരിയുക എന്നൊക്കെയാണ്. തെരുവ് അല്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. അതായത് പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് കയറി താമസിക്കാൻ ഇടം ഇല്ലാത്ത ആൾക്കാർ, അങ്ങനെയുള്ള തരത്തിലുള്ള ആ ഒരു വാക്കുകളെ സൂചിപ്പിക്കാനാണ് നമ്മൾ സ്ട്രേ എന്ന് ഉപയോഗിക്കുന്നത്. ഇന്ന് കുറച്ചുകൂടെ പരിചിതമായ ഒരു വാക്ക് ഞാൻ പറയാം: സ്ട്രേ ഡോഗ്സ്. ഓക്കെ, നമ്മൾ പത്രത്തിലൊക്കെ കാണാം സ്ട്രേ ഡോഗ്സ്, തെരുവ് നായ്ക്കൾ എന്നൊക്കെ കേൾക്കാറുണ്ട് അല്ലെ? ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ സ്ട്രേ ഡോഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? തെരുവ് നായ്ക്കൾ അല്ലെ, അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായ്ക്കൾ.
എന്ന് പറയുമ്പോൾ ആ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന എന്ന അർത്ഥം വരുന്ന വാക്ക് ഇതിനകത്ത് നമുക്ക് കണ്ടെത്തിയാൽ പോലെ ഇപ്പൊ നമുക്ക് ഉത്തരം കിട്ടുമല്ലോ. നമുക്ക് നോക്കാം. സ്ലൈറ്റ് ഉണ്ട്, വാണ്ടർ ഉണ്ട്, സ്റ്റഡി ഉണ്ട്, ഗ്രൂസം ഉണ്ട് അല്ലെ. നമുക്കറിയാം സ്ലൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ചെറുത് അല്ലെങ്കിൽ അല്ലെ സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ടായെന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഇന്നത്തെ കാലാവസ്ഥയിൽ സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ട്, ചെറിയൊരു നേരിയ വ്യത്യാസം ഉണ്ടെന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പം സ്ലൈറ്റ് എന്നുള്ള വാക്ക് നമുക്ക് സ്ട്രേക്ക് വരത്തില്ല. അപ്പൊ ഓപ്ഷൻ എ അല്ല. പിന്നെ ഓപ്ഷൻ ബി എന്താണ്, വാണ്ടർ. വാണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ, അലിഞ്ഞു തിരിഞ്ഞു നടക്കുക. അതെല്ലാം ഈ സെയിം മീനിങ് തന്നെയല്ലേ സ്ട്രേക്കും വരുന്നത്. അപ്പൊ സ്ട്രേയുടെ ഒരു സിനോണിമാണ് എന്ത്, വാണ്ടർ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് നേരെ ഉത്തരം നമുക്ക് എത്താമല്ലോ, വാണ്ടർ എന്ന് നമുക്ക് ഉത്തരത്തിലെത്താം. ഓക്കെ, ഈ ഒരു സിനോണിം ഭാഗം പഠിക്കുന്ന ഏറ്റവും എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് വായിക്കാൻ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ കുറേയൊക്കെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യും. ഇപ്പൊ കുറേ ലിസ്റ്റ് നിങ്ങൾക്ക് തന്നിട്ട് ഇതങ്ങ് പഠിച്ചുകൊണ്ട് പോയാൽ മതി നമ്മൾ പറയും. ഓക്കെ, അത് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നമുക്ക് ഇതിന് അപ്പുറത്തേക്ക് ഒരു എക്സ്ട്രാ മൈൽ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ വായിക്കുക. ഓക്കെ, പത്രങ്ങൾ വായിക്കുക, അതുപോലെ തന്നെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ ഇംഗ്ലീഷിലൂടെ വായിക്കാൻ നമുക്ക് ഏകദേശം ഒക്കെ കുറെ വൊക്കാബുലറീസ് കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ, സിനോണിം എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ വളരെ വളരെ ബേസ് മുതൽ പറയാൻ നിങ്ങൾ വിചാരിക്കും, നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടാവും, അറിയാത്തവർ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചുകൂടെ സിമ്പിളാക്കി ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്. ഇവിടെ നമുക്കിവിടെ ഒരു സെന്റൻസ് വന്നിട്ടുണ്ട്, ഒരു ബ്ലാങ്ക് ഏരിയ ഉണ്ട്. ഓക്കെ, ആ ബ്ലാങ്ക് നമ്മൾ ഫില്ല് ചെയ്യാനാണ് നമ്മുടെ ചോദ്യം. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ. നമുക്ക് തന്നിരിക്കുന്ന ഈ ഓപ്ഷനകത്ത് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യണം. ഇതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ചോദ്യം നോക്കാം. സംടൈംസ് എ പേഴ്സൺസ് ഇന്റലിജൻസ് ഈസ് നോട്ട് ഫുള്ളി അപ്രീഷിയേറ്റഡ്. അതായത് ചില സമയത്ത് ഒരു വ്യക്തിയുടെ ബുദ്ധി അല്ലെന്നുണ്ടെങ്കിൽ അയാളുടെ കഴിവിനെ ഈസ് നോട്ട് ഫുള്ളി അപ്രീഷിയേറ്റഡ്. ചില സമയത്ത് അത് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യത്തില്ല, അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല. ഡാഷ് ഹി ഓർ ഷീ ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി. അതായത് ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ അവസരം കിട്ടുക. ഓക്കെ, അവസരം കിട്ടാതെ, അപ്പൊ അതിന്റെ സെന്റൻസ് എന്താ, പൂർണ്ണമായിട്ടും ഇപ്പൊ ഒരു വ്യക്തിയെ നമ്മൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കാത്ത, അയാൾക്ക് അവസരം കിട്ടാത്തിടത്തോളം നമ്മൾ അയാളെ അംഗീകരിക്കാറില്ല എന്ന് നമ്മൾ പറയാറില്ലേ. ഇപ്പൊ സഞ്ജു സാംസൺ നല്ലൊരു ക്രിക്കറ്റ് പ്ലെയർ ആണ്. ഓക്കെ, സഞ്ജു സാംസണെ ആരും അംഗീകരിക്കാറില്ല. കാരണം എന്താ, അയാൾക്കൊരു ചാൻസ് കിട്ടാറില്ല. ഓക്കെ, കിട്ടിയില്ലെങ്കിൽ അല്ലെ കിട്ടാത്ത പക്ഷം നമുക്ക് അയാളെ അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന പോലെ ആ കിട്ടാത്ത പക്ഷം എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന വാക്ക് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമുക്ക് കുറെ വാക്കുണ്ട്. അപ് ടു ഉണ്ട്, ലേറ്റർ ഉണ്ട്, അൺടിൽ ഉണ്ട്, അൺലെസ് ഉണ്ട്. ഓക്കെ, അപ് ടു എന്ന് പറയുമ്പോൾ എന്താണ്, അപ് ടു എന്ന് പറയുന്നത് ഇത്ര വരെ എന്നാണ് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് അപ് ടു വെച്ച് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. സംടൈംസ് എ പേഴ്സൺസ് ഇന്റലിജൻസ് ഈസ് നോട്ട് ഫുള്ളി അപ്രീഷിയേറ്റ് അപ് ടു ഹി ഓർ ഷീ ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി. നമുക്ക് വരത്തില്ല അല്ലെ. ഓക്കെ, അപ് ടു എന്തായാലും വരത്തില്ല. അപ് ടു എന്ന് വെച്ചാൽ വരെ എന്നാണ് എന്റെ മീനിങ്. അടുത്ത ലേറ്റർ എന്ന് വെച്ചാൽ പിന്നീട് എന്നാണ് വരുന്നത്. അപ്പൊ ലേറ്ററും വരത്തില്ല. പിന്നെ നമുക്കുള്ളത് അൺടിൽ ആൻഡ് അൺലെസ് അല്ലെ. അൺടിൽ എന്ന് വെച്ചാൽ വരെ എന്നാണ് അല്ലെ. അൺടിൽ നമ്മൾ എപ്പോഴും സൂചിപ്പിക്കുന്ന എന്താ പറയുക, ഒരു സമയത്തെ സൂചിപ്പിക്കാനാണ് അൺടിൽ ഉപയോഗിക്കുന്നത്. ഇപ്പൊ അൺടിൽ യൂസ് ചെയ്യുന്ന വെച്ചാൽ എന്താണ്, നമ്മുടെ സമയത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അൺടിൽ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഉദാഹരണം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ചില കാര്യങ്ങൾ ഇത്ര സമയത്ത് നടന്നു എന്ന് നമ്മൾ പറയും. ഉദാഹരണം ഞാൻ പറയാണ്, ദേ പ്ലേഡ് ഔട്ട്സൈഡ്. ദേ പ്ലേഡ് ഔട്ട്സൈഡ് അൺടിൽ ഇറ്റ് ഗോട്ട് ഡാർക്ക്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാല് ദേ പ്ലേഡ് ഔട്ട്സൈഡ് അൺടിൽ ഇറ്റ് ഗോട്ട് ഡാർക്ക്. അത് ഇരുട്ടുന്നിടം വരെ അവർ കളിച്ചു. അവിടെ ആ വരെ എന്നുള്ള ഒരു വരെ എന്ന് നമ്മൾ സൂചിപ്പിക്കുമ്പോഴും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, ഒരു ടൈം വരെ എന്നാണ് സൂചിപ്പിക്കുന്നത്. ഒരു പ്രത്യേക സമയം വരെ ഒരു ആക്ടിവിറ്റി ചെയ്തു എന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ അൺടിൽ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് പറയാൻ പറ്റുമോ, ഒരു വ്യക്തിയുടെ ബുദ്ധി നമ്മൾ എപ്പോഴും ഒരിക്കലും അംഗീകരിക്കപ്പെടത്തില്ല, അല്ലെ ആരും അംഗീകരിക്കത്തില്ല, അവർക്കൊരു ചാൻസ് കിട്ടുന്നിടം വരെ എന്നാണ് നമ്മൾ പറയുന്നത്. വരെ എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ഇവിടുത്തെ ഈ അൺടിൽ ഉപയോഗിക്കുമ്പോൾ അതൊരു സമയം വരെ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ ഞാൻ എഴുതാം. ഷീ വിൽ വെയിറ്റ് ഹിയർ അൺടിൽ യു അറൈവ്. ഓക്കെ, നീ വരുന്നിടം വരെ അവൾ ഇവിടെ വെയിറ്റ് ചെയ്യും അല്ലെ. നീ വരുന്നിടം വരെ അവളിവിടെ വെയിറ്റ് ചെയ്യും. അതായത് ആ വരുന്ന സമയം വരെ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു സമയം വരെ ഒരു ആക്ടിവിറ്റി ഒരു കണ്ടക്ട് ചെയ്യുമ്പോൾ ആ സമയം വരെ എന്നുള്ളത് സൂചിപ്പിക്കാനാണ് നമ്മൾ അൺടിൽ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി അടുത്ത വാക്കാണ് അൺലെസ് എന്ന് പറയുന്ന ഒരു വാക്ക്.
അൺലെസ്. ഓക്കെ, അൺലെസ്സിനെ സൂചിപ്പിക്കുക. അൺലെസ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കണ്ടീഷൻ. ഓക്കെ, ഒരു കണ്ടീഷൻ, ഒരു സെന്റൻസിനൊപ്പം ഒരു കണ്ടീഷൻ കൂടി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് കണ്ടീഷൻ അല്ലല്ലോ. ഓക്കെ, ഒരു സമയത്തിനുള്ളിൽ ആക്ടിവിറ്റി നടക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അൺലെസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്നത് ഒരു കണ്ടീഷൻ പറയാനാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാണ്, ഐ വോണ്ട് go to the cinema unless he purchase the ticket. Okay, ഞാൻ സിനിമയ്ക്ക് പോകില്ല, ഐ വോണ്ട് ഗോ ടു ദ സിനിമ അൺലെസ് ഹി പർച്ചേസ് എ ടിക്കറ്റ്. അതായത് അവൻ ടിക്കറ്റ് പർച്ചേസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സിനിമയ്ക്ക് പോയില്ല. അതായത് നെഗറ്റീവ് ആണ്, ഇതിന്റെ ഒരു നെഗറ്റീവ് മീനിങ്ങിലാണ് നമ്മൾ പറയുന്നത് എന്നെങ്കിൽ തന്നെയും ഒരു പോസിറ്റീവ് അർത്ഥം അതിനകത്തുണ്ട്. കാരണം എന്താണ്, അവൻ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തെങ്കിൽ അവൻ ടിക്കറ്റ് പർച്ചേസ് ചെയ്താൽ മാത്രമേ ഞാൻ സിനിമയ്ക്ക് പോവുള്ളൂ എന്ന് നമ്മൾ പറയുന്നത്. കുറച്ചൊരു നെഗറ്റീവ് ഇംപ്ലിക്കേഷനിൽ അൺലെസ് ഉപയോഗിച്ച് എങ്ങനെയാ പറയുന്നത്, ഐ വോണ്ട് ടു ഗോ ടു ദ സിനിമ, ഞാൻ സിനിമയ്ക്ക് പോവില്ല അൺലെസ് ഹി പർച്ചേസ് ടിക്കറ്റ്, അയാൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്തില്ല ഞാൻ സിനിമയ്ക്ക് പോവില്ല എന്ന് പറയത്തില്ല. അതാണ് അൺലെസ് എന്ന് പറയുന്നത്. ഒരു കണ്ടീഷനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അൺലെസ് ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, സംടൈംസ് എ പേഴ്സൺസ് ഇന്റലിജൻസ് ഈസ് നോട്ട് ഫുള്ളി അപ്രീഷിയേറ്റഡ് അൺലെസ് ഹി ഓർ ഷീ ഗെറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, സഞ്ജു സാംസൺസ് ടാലന്റ്, ഞാൻ ഒന്നുകൂടെ ഒരു സെന്റൻസ് എഴുതാം, സഞ്ജു എന്ന് തന്നെ എഴുതുക, സഞ്ജുസ് ടാലന്റ് will not be accepted unless he gets an opportunity. Okay, unless he gets an opportunity. അതായത് അയാൾക്ക് അവസരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സഞ്ജു സാംസൺ ടാലന്റ് ആരും അംഗീകരിക്കത്തില്ല. അപ്പം അൺലെസ് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു നെഗറ്റീവ് മീനിങ്ങിലായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു കണ്ടീഷൻ കൂടി അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അൺലെസ് ഉപയോഗിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഈ അൺലെസ്സും അൺടിലും വരുന്ന ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ ഇനി ചെയ്യും. നമ്മുടെ വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് കണ്ടുകൊള്ളുക. ഓക്കെ, അപ്പൊ അതിന്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം, ശ്രദ്ധിച്ചോളൂ. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻഡ് സെഗ്മെന്റ് ഇൻ ദ ഗിവൺ സെന്റൻസ്. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ സെന്റൻസിനകത്ത് ഒരു അണ്ടർലൈൻ ചെയ്ത ഭാഗം കാണുന്നുണ്ടോ നിങ്ങൾ? ഇതേടെ നോക്കുക, ഹിസ് പാരന്റ്സ് വിൽ ഹാവ് അറൈവ്ഡ് എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് തന്നിട്ടുണ്ട്. ആ ഭാഗത്തിന് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് പരിശോധിക്കുക. തെറ്റുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന ABCD എന്ന് പറയുന്ന ഓപ്ഷനകത്തിലെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുത്തിട്ട് നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് തന്നിരിക്കുന്നത് വളരെ ശരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോ ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, നമുക്കത് സെലക്ട് ചെയ്യാം. തെറ്റില്ലെങ്കിൽ നോ ഇംപ്രൂവ്മെന്റ് സെലക്ട് ചെയ്യാം. തെറ്റുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷനകത്തൊന്ന് ശരിയായിട്ടുള്ളത് എടുത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്, മൈ കസിൻ വോണ്ട് ബി ഏബിൾ ടു ലീവ് ഫോർ മുംബൈ. എന്റെ കസിന് വിൽ നോട്ട് ബി ഏബിൾ ടു ലീവ് ഫോർ, മുംബൈയിലേക്ക് പോകാൻ പറ്റില്ല, അല്ലെ, പോകാൻ കഴിയില്ല, അൺടിൽ ഹിസ് പാരന്റ്സ് ഹാവ് അറൈവ്ഡ്. അതായത് അയാളുടെ പേരൻസ് വരാതെ അയാള് മുംബൈക്ക് പോകില്ല എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ മുമ്പേ പറഞ്ഞ അൺടിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അൺടിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അൺടിൽ ഹിസ് പേരൻസ് വിൽ ഹാവ് അറൈവ്ഡ്. ഓക്കെ, ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, ഈ അൺടിലിന് ശേഷം വന്നിരിക്കുന്ന സെന്റൻസ് ഒക്കെ ഹിസ് പേരൻസ് വിൽ ഹാവ് അറൈവ്ഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അൺടിൽ ഹിസ് പേരൻസ് വിൽ ഹാവ് അറൈവ്ഡ്. ശ്രദ്ധിച്ചോളുക, എപ്പോഴും നമ്മൾ അൺടിലിന് ശേഷം ഒരു സെന്റൻസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വിൽ ഓർ ഷാൾ നമ്മൾ യൂസ് ചെയ്യില്ല. മനസ്സിലായോ? നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? അൺടിലിന് ശേഷം നമ്മളൊരു സെന്റൻസ് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് നമ്മൾ വില്ലോ ഷാളോ യൂസ് ചെയ്യില്ല. നോക്ക്, ഇവിടെ അൺടിൽ ഹിസ് പേരൻസ് വിൽ ഹാവ് അറൈവ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അപ്പൊ വില്ല് വരുന്നതൊക്കെ നമുക്ക് കട്ട് ചെയ്യാം. ഇത് വേണ്ടല്ലോ, തെറ്റ് നമുക്ക് ഒഴിവാക്കാം. ഇവിടെ ഇത് വോണ്ട് വന്നിട്ടുണ്ട്, അത് വോണ്ടിന് നെഗറ്റീവ് അല്ലേ, വിൽ നോട്ട്. അപ്പം അതും നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഏതുണ്ട് ഇതിനകത്ത്? മാറ്റം വരുമോ? മാറ്റം വരും. അപ്പൊ നോ ഇംപ്രൂവ്മെന്റ് അല്ല. പിന്നെ ഏതാ ഉള്ളത്? അൺടിൽ ഹിസ് പേരൻസ് അറൈവ്. ഓക്കെ, അൺടിൽ ഹിസ് പേരൻസ് അറൈവ്. ശ്രദ്ധിച്ചോളൂ, അൺടിൽ എന്ന് വരുന്നതിന് ശേഷം, അൺടിലിന് ശേഷം വരുന്ന സെന്റൻസിനകത്ത് നമ്മൾ വില്ലോ ഷാളോ ഉപയോഗിക്കാറില്ല. ശ്രദ്ധിച്ചോളൂ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ് ഐഡന്റിഫൈ ദ സെഗ്മെന്റ് ഇൻ ദ സെന്റൻസ് വിച്ച് കണ്ടെയ്ൻസ് എ ഗ്രാമാറ്റിക്കൽ എറർ. ഓക്കെ, നമുക്ക് ഈ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. ഈ സെന്റൻസിനകത്തില്
ഏത് ഭാഗത്താണ് ഗ്രാമാറ്റിക്കൽ എറർ ഉള്ളത്. ഓക്കെ, വ്യാകരണപരമായിട്ടുള്ള എന്തെങ്കിലും തെറ്റ് ഈ പറയുന്ന സെന്റൻസിനകത്ത് നിങ്ങൾ കാണുന്നുണ്ടോ നോക്കുക. കാണുന്നുണ്ടെങ്കിൽ ഏത് ഭാഗത്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതാണ് നമ്മുടെ ചോദ്യം. സെന്റൻസ് ഇതാണ്, ഒന്ന് വായിച്ചോളൂ. A clear and a defined perception. A clear and a defined perception enabled her to dismiss the suggestion given by some people around her. അതായത് വളരെ ശരിയായ ഒരു ബോധം അല്ലെങ്കിൽ ഒരു അറിവ് അവളെ എനേബിൾ ചെയ്തു. ഓക്കെ, എന്തിനാണ് എനേബിൾ ചെയ്തു? ഡിസ്മിസ്ഡ് ദ സജഷൻ ഗിവൺ ബൈ സം പീപ്പിൾ അറൌണ്ട് ഹെർ. ഓക്കെ, അപ്പൊ ചുറ്റും കൂടി നിൽക്കുന്ന ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ ഒഴിവാക്കാൻ തക്ക തരത്തില് അവളുടെ അറിവ് അവളെ പ്രാപ്തയാക്കി എന്നാണ് ഈ സെന്റൻസിന്റെ മീനിങ്. നോക്കാം, അപ്പൊ ഇതിനകത്തിലെ തെറ്റ് വരുന്ന ഭാഗങ്ങൾ നോക്കാം. ഓപ്ഷൻ എ നോക്കിക്കേ, സജഷൻ ഗിവൺ ബൈ നമുക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. സജഷൻ ഗിവൺ ബൈ ഇവിടെ നോക്കാം, സജഷൻ ഗിവൺ ബൈ. ഇതിനകത്ത് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് വല്ലതും ഉണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ? ഓക്കെ, ശ്രദ്ധിച്ചോളൂ. അടുത്തത് ക്ലിയർ ആൻഡ് ഡിഫൈൻഡ്. ഓക്കെ, ക്ലിയർ ആൻഡ് ഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് നിങ്ങൾ കാണുന്നുണ്ടോ? നോക്കുക. അടുത്ത നോക്കുക, സം പീപ്പിൾ അറൌണ്ട് ഹെർ. ഇതിനകത്ത് വല്ല ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് നിങ്ങൾ കാണുന്നുണ്ടോ? സം പീപ്പിൾ അറൌണ്ട് ഹെർ, ഇതിനകത്ത് മിസ്റ്റേക്ക് നിങ്ങൾ കാണുന്നുണ്ടോ? അടുത്ത ഓപ്ഷൻ നോക്കിയേ, എനേബിൾഡ് ഹെർ ടു ഡിസ്മിസ്ഡ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് നിങ്ങൾ മിസ്റ്റേക്ക് വല്ലതും കാണുന്നുണ്ടോ? യെസ്, ഇവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത്. ടു ഡിസ്മിസ്ഡ് എന്ന് പറയുമ്പോൾ അത് തെറ്റാണ്. 2+ വെർബിന്റെ 1 ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എനേബിൾഡ് ഹെർ ടു ഡിസ്മിസ് എന്നാ പറയുക. ഓക്കെ, എനേബിൾഡ് ഹെർ ടു ഡിസ്മിസ് എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ പറയത്തില്ല, ഓക്കെ, ഹീ ഹെൽപ്ഡ് മീ ടു സോൾവ് ദ പ്രോബ്ലം. ആ പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് എന്നെ ഹെൽപ്പ് ചെയ്തു. ടു സോൾവ്. ഓക്കെ, ഹി ടോട്ട് മീ ടു. ഹി ടോട്ട് മീ ടു സിംഗ് ആ സോങ് എന്ന് പറയും അല്ലെ. 2 കഴിഞ്ഞാൽ വെർബിന്റെ 1ാം ഫോമാണ്. ഇവിടെ നോക്കിക്കേ, 2ാം ഫോമല്ലേ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇതാണ് തെറ്റ്. ആൻസർ ഡി ആണ്. അത് നമ്മളൊന്ന് തിരുത്തേണ്ടി വരും. ക്ലിയർ ആണോ? അപ്പൊ ഗ്രാമർ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഗ്രാമറുകളാണ് നമുക്ക് ചോദിക്കുന്നത്. ചെറിയ ചെറിയ ഗ്രാമർ. അപ്പൊ ഗ്രാമർ നമുക്ക് ചോദിക്കുന്ന രീതി മനസ്സിലായോ? നമ്മൾ പണ്ടത്തെ പോലെ ഒന്നുമല്ല. ഓക്കെ, ഇവിടെ ഗ്രാമറിന്റെ ചോദിക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സെന്റൻസ് തന്നിട്ട് ആ തെറ്റ് എവിടെയാന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ആ ഓപ്ഷനകത്ത് നമുക്ക് എടുത്ത് എഴുതിയാൽ മാത്രം മതി. പക്ഷെ നമ്മൾ അറിയേണ്ടത് ഈ യൂസേജ് ഒക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അത് നമ്മൾ ഇനി നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിപ്പിക്കും. ഒരുപാട് പ്രാക്ടീസ് ചെയ്യിക്കും. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 5ാമത്തെ ചോദ്യം ഇതാണ്. സെലക്ട് ദ വേർഡ് വിച്ച് മീൻസ് സെയിം ആസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഗിവൺ. ഓക്കെ, താഴെ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് മീൻസ് ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. ആ സെന്റൻസിന്റെ അർത്ഥം വരുന്ന വാക്ക് താഴെ ഓപ്ഷനിൽ നിന്ന് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് താഴെ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, അതായത് ഒരു വലിയൊരു സെന്റൻസ് കൊടുത്തിരിക്കുന്നത്. അതിന് ഒറ്റ വേർഡിൽ നമുക്ക് എഴുതാൻ പറ്റും. അത് നമുക്ക് കണ്ടെത്തുക. ചോദ്യം ഇതാണ്. എ കോൾഡ് ബ്ലഡഡ് വെർട്ടിബ്രേറ്റ് ടിപ്പിക്കലി ലിവിംഗ് ഓൺ ലാൻഡ് ബട്ട് ബ്രീഡിങ് ഇൻ വാട്ടർ. അതായത് ഒരു വളരെ കോൾഡ് ശീതരക്തമുള്ള ഒരു വെർട്ടിബ്രേറ്റ് അല്ലെ. വെർട്ടിബ്രേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഈ നട്ടലിലുള്ള കശേരുക്കളുള്ള ഒരു ജീവി. ഓക്കെ ആണ്. അത് ടിപ്പിക്കലി ലിവിംഗ് ഓൺ ലാൻഡ് ബട്ട് ബ്രീഡിങ് ഇൻ വാട്ടർ. അത് ജീവിക്കുന്നത് കരയിലാണ്, പക്ഷെ ബ്രീഡ് ചെയ്യുന്നത് വെള്ളത്തിലാണ്. ഓക്കെ, ഇത്തരത്തിലുള്ള ജീവികൾക്ക് നമ്മൾ പറയുന്ന പേരെന്താണ്? അതിന്റെ പേരാണ് ആംഫീബിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ പേരാണെന്ത്? ആംഫീബിയൻസ്. ഓക്കെ, ആംഫിബിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവിയാണ് നമ്മൾ എന്ന് പറയുന്നത് ആംഫിബിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ തവള എന്നൊക്കെ പറയത്തില്ലേ, തവള. ആ തവള എന്ന് പറയുന്നത് ഒരു ആംഫിബിയൻ ആണ്. ഓക്കെ, തവള ആംഫിബിയൻ ആണ്. ഓക്കെ, അപ്പം ആംഫിബിയൻസിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ആംഫിബിയൻസിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ആ കോൾഡ് ബ്ലഡഡ് വെർട്ടിബ്രേറ്റ് ടിപ്പിക്കലി ലിവിംഗ് ഓൺ ലാൻഡ് ബട്ട് ബ്രീഡിങ് ഇൻ വാട്ടർ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ഞാൻ പറയാം, ഇതൊരു വൊക്കാബുലറി ആണ്. ഞാൻ പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമ്മൾ ഉപയോഗിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനകത്തിലെ വൊക്കാബുലറി സെക്ഷൻ ആണ് ഈ പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. അടുത്ത ഏതാണ്? ഇത് നമുക്ക് വൺ വേർഡ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. വൊക്കാബുലറിക്കകത്തിലെ വൺ വേർഡ് എന്ന് പറയുന്ന ഭാഗമാണ്. ഓക്കെ, സെലക്ട് ദ വേർഡ് വിച്ച് മീൻസ് സെയിം ആസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഗിവൺ. നമുക്ക് താഴെ തന്നിരിക്കുന്ന ഈ ഒരു സെന്റൻസിന്റെ അതേ അർത്ഥം വരുന്ന വൺ വേർഡ് കണ്ടെത്തുക. സംവൺ ഇൻ ലവ് വിത്ത് ഹിംസെൽഫ്.
അതായത് ഒരാളോട് തന്നെ അയാൾക്ക് ഭയങ്കരമായ സ്നേഹവും പ്രണയവുമാണെന്നുണ്ടെങ്കിൽ, അയാളോട് മാത്രമാണ് ഏറ്റവും കൂടുതൽ സ്നേഹവും പ്രണയം എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, സമ്മൺ ഇൻ ലവ് വിത്ത് ഹിംസെൽഫ്, ഒരാള് അയാളോട് തന്നെ കടുത്ത പ്രണയത്തിലാണ്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് നാർസിസിസ്റ്റ് എന്നാണ് പറയുന്നത്. എന്താണ് നാർസിസിസ്റ്റ് എന്ന് പറയുന്നത്? ഓക്കെ, നാർസിസിസ്റ്റ് മീൻസ് സമ്മൺ ഇൻ ലവ് വിത്ത് ഹിംസെൽഫ്. ഓക്കെ, അതുപോലത്തെ 2-3 ഞാനൊന്ന് പരിചയപ്പെടുത്തിയേക്കാം. ഒന്നെന്താ ഫിലോളജിസ്റ്റ്. ഓക്കെ, നമുക്ക് ഓപ്ഷനകത്ത് തന്നാണ് ഫിലോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മൺ ഹൂ സ്റ്റഡീസ് ദ ഹിസ്റ്ററി ഓഫ് ലാംഗ്വേജ് എസ്പെഷ്യലി ബൈ ലുക്കിംഗ് ക്ലോസ്ലി അറ്റ് ദ ലിറ്ററേച്ചർ. ഓക്കെ, അതായത് ഒരു ഭാഷയുടെയൊക്കെ ചരിത്രം പഠിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ, അതായത് നമുക്ക് തന്നിരിക്കുന്ന സാഹിത്യ പുസ്തകങ്ങളിനകത്തോടൊക്കെ നമ്മൾ ഭാഷയെക്കുറിച്ചും നമ്മുടെ ഭാഷയുടെ ചരിത്രത്തെക്കുറിച്ചൊക്കെ ഒരുപാട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെ നമ്മൾ പറയുന്ന പേരാണ് ഫിലോളജിസ്റ്റ്. ഓക്കെ, ഓർത്ത് വെച്ചോളാം, ഫിലോളജിസ്റ്റ്. അടുത്താണ് ഹ്യൂമനിസ്റ്റ് എന്ന് പറഞ്ഞ ആൾക്കാര്. ദേ ടെൻഡ് ടു അഡ്വക്കേറ്റ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ്, ഫ്രീ സ്പീച്ച്, പ്രോഗ്രസീവ് പോളിസി ആൻഡ് ഡെമോക്രസി. ഓക്കെ, ഈ ഹ്യൂമനിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് വാദിക്കുകയും ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ തന്നെ മനുഷ്യന്റെ ഫ്രീ സ്പീച്ച്, പ്രോഗ്രസീവ് പോളിസി, നമ്മൾ മുന്നോട്ട് പുരോഗമന ചിന്താഗതി, പൂർണ്ണമായിട്ടും മനുഷ്യന്റെ അവകാശങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഹ്യൂമനിസ്റ്റ് എന്ന് പറയുക. അപ്പൊ നമ്മൾ ഫിലോളജിസ്റ്റ് പറഞ്ഞു, ഹ്യൂമനിസ്റ്റ് പറഞ്ഞു. അടുത്താണ് ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറയും. ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പേഴ്സൺ ഹൂ സീക്സ് ടു പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് അതേഴ്സ് എസ്പെഷ്യലി ബൈ ജനറസ് ഡൊണേഷൻ ഓഫ് മണി ടു ഗുഡ് കോസസ്. അതായത് പൈസ കൊടുത്തിട്ട് ആൾക്കാരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് നമ്മുടെ യൂട്യൂബിലൊക്കെ നമ്മൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് അതുപോലത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലേ. അതായത് പൈസയൊക്കെ ആയിട്ട് വീട്ടിൽ ചെല്ലുക, സഹായിക്കുക. ഇപ്പൊ പിള്ളേർക്ക് പല വീടുകളിലും കുട്ടികൾക്ക് സ്കൂളിൽ പോകാനൊന്നും സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് പൈസ കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക, ചിലർ ലാപ്ടോപ്പ് മേടിച്ചു കൊടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നവരുണ്ട്. ഒക്കെ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഈ രീതിയിൽ ആൾക്കാരുടെ ഒരു നന്മയ്ക്ക് വേണ്ടി ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഒപ്റ്റിമിസ്റ്റ് എന്ന് പറഞ്ഞൊരു വാക്കാണ്. ഒപ്റ്റിമിസ്റ്റ് നമ്മൾ മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ശുഭപ്രതീക്ഷ എന്നൊക്കെ നമ്മൾ പറയാം. ഒപ്റ്റിമിസം, ശുഭപ്രതീക്ഷ അല്ലെ, നല്ല കാര്യങ്ങളെ കുറിച്ച് മാത്രം പ്രതീക്ഷിക്കുന്ന ആൾക്കാർ. ദ വൺ ഹൂ ലുക്സ് ഓൺ ദ ബ്രൈറ്റ് സൈഡ് ഓഫ് തിങ്സ്. അതെ, എന്തൊരു കാര്യം പറഞ്ഞാലും അതിന്റെ നല്ല വശത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒപ്റ്റിമിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ചില ആൾക്കാർ ഇപ്പൊ എന്താ പറയുന്നത്, ഇന്ന് മഴയാണ്, ഓക്കെ, ഇന്ന് മഴ, കുറച്ച് ചൂട്, ഇച്ചിരി ഒരു ആശ്വാസം കിട്ടും എന്നൊക്കെ നമ്മൾ പറയുന്നത്. വളരെ ശുഭപ്രതീക്ഷയോടെ, എന്ത് കാര്യത്തെയും ശുഭപ്രതീക്ഷയോടെ നേരിടുന്ന. ഓക്കെ, ഇപ്പൊ ഒരു ജോലി നഷ്ടപ്പെട്ടു പോയി. ഇപ്പൊ നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുന്ന വഴിക്ക് ബസ് നമുക്ക് കറക്റ്റ് സമയത്ത് കിട്ടിയില്ല, നമ്മുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ജോലി പോയി എന്ന് വിചാരിക്കുമ്പോൾ ചില ആൾക്കാർ വിഷമിക്കും. ഓക്കെ, ഈ ശുഭപ്രതീക്ഷ ഒപ്റ്റിമിസ്റ്റ് ആണെങ്കിൽ എന്ത് പറയാം, കുഴപ്പമില്ല, അടുത്ത ജോലിയുണ്ട്, ചിലപ്പോൾ ഇത് പോയത് പോട്ടെ, അടുത്ത് നമുക്ക് കിട്ടും എന്ന് ജീവിതത്തെ ശുഭപ്രതീക്ഷ, അതാണ് ഒപ്റ്റിമിസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ. അതുപോലെ മറ്റൊരു വാക്കാണ് ഈ ഒപ്റ്റിമിസ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പെസിമിസ്റ്റ് എന്ന് പറയുന്ന വാക്ക്. വൺ ഹൂ ലുക്സ് ഓൺ ദ ഡാർക്ക് സൈഡ് ഓഫ് ദ തിങ്സ്. ഓക്കെ, അതായത് എന്ത് കാര്യം സംഭവിച്ചാലും അതിന് നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്നതിനെ കുറിച്ച് ആൾക്കാർ. ഇപ്പം നമ്മൾ പോകുന്ന വഴിക്കും ഒരു പൂച്ച കുറുക്കാടി കഴിഞ്ഞാൽ പറയോ പോകുന്ന കാര്യം നടക്കില്ല, ആ പ്രശ്നമാണ്. ഓക്കെ, ഇത്തരത്തില് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ വളരെ നെഗറ്റീവായിട്ട് കാണുന്ന ആൾക്കാരാണ് നമ്മൾ പെസിമിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു വാക്കാണ് ഒംനിസിയന്റ് എന്ന് പറയും. ഒംനിസിയന്റ്, ആ പേഴ്സൺ ഹൂ നോസ് എവ്രിതിങ്. എന്ത് കാര്യത്തെക്കുറിച്ചും അറിവുള്ള ആൾക്കാരാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒംനിസിയന്റ് എന്ന് പറയുന്നത്. ഒംനിസിയന്റ്. അപ്പൊ നമ്മൾ എത്ര സബ്സ്റ്റിറ്റ്യൂട്ട് പഠിച്ചു, അല്ലെങ്കിൽ എത്ര വൺ വേർഡ് പഠിക്കും? ഫിലോളജിസ്റ്റ് പഠിച്ചു, ഹ്യൂമനിസ്റ്റ്, ഫിലാന്ത്രോപ്പിസ്റ്റ്, ഒപ്റ്റിമിസ്റ്റ്, പെസിമിസ്റ്റ്, ഒംനിസിയന്റ്. ഓക്കെ, ഇത് കുറച്ചേ ഉള്ളൂ, നമുക്ക് പിന്നാലെ വരുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ തരം ഒന്ന് മനസ്സിലായല്ലോ. വൺ വേർഡ് എന്ന് പറയുന്നൊരു ഭാഗത്തുനിന്ന് ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പൊ വൺ വേർഡ് നമ്മൾ കുറെ വായിച്ച് പോവുക. ഓക്കെ, നമുക്ക് അറിയാവുന്നത് കിട്ടും. നിങ്ങൾ നന്നായിട്ട് പഠിച്ചു പോയാൽ മതി, ഉറപ്പാണ്, ഒന്നും പേടിക്കണ്ട. അടുത്ത നമുക്ക് നോക്കാം. ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ് ഐഡന്റിഫൈ ദ സെഗ്മെന്റ് ഇൻ ദ സെന്റൻസ് വിച്ച് കണ്ടെയ്ൻസ് ഗ്രാമാറ്റിക്കൽ എറർ. ഗ്രാമർ ഭാഗത്തു നിന്നുള്ള ചോദ്യം ഇതാണ്. ഗ്രാമാറ്റിക്കൽ എറർ ഉള്ള ഭാഗം നമുക്ക് കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞത്. In the modern world, the computer is an amazing gift to mankind for doing two things effortlessly. രണ്ട് കാര്യങ്ങൾ വളരെ എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്യാൻ. ഓക്കെ, എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്യാൻ, ഒരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അമേസിങ് ഗിഫ്റ്റ് ആണ്, മനുഷ്യന്റെ കിട്ടിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആണെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സെന്റൻസ്. അപ്പൊ നമുക്ക് മീനിങ് ഒന്നും വലുതായിട്ട് നോക്കണ്ട, ഇന്നത്തെ മിസ്റ്റേക്ക് നോക്കിയാട്ടെ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഈസ്. ദ കമ്പ്യൂട്ടർ ഈസ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ദ കമ്പ്യൂട്ടർ എന്ന് പറയാന്നൊക്കെ ചോദിക്കും. ദ കമ്പ്യൂട്ടർ എന്ന് ഇവിടെ പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്ന ഒരു ഡിവൈസിനെ കുറിച്ചാണ് പറയുന്നത്.
സോ അടുത്ത അമേസിംഗ് ഗിഫ്റ്റ്, തെറ്റൊന്നുമില്ല. ഇൻ ദ മോഡേൺ വേൾഡ്, അതിനകത്ത് തെറ്റില്ല. നോക്കുക അടുത്തത്, ഫോർ ഡൂയിങ് ടു തിങ് ഇഫേർട്ട്ലെസ്ലി. ഇവിടെ ടൂവിന് ശേഷം തിങ് എന്നാ പറഞ്ഞിരിക്കുന്നത്, തെറ്റാണ്, പ്ലൂറലാണ്. അപ്പൊ ടു കഴിഞ്ഞാൽ തിങ്സ് എന്ന് വേണം പറയാൻ. ഓക്കെ, ടു എന്ന് കഴിഞ്ഞാൽ തിങ്സ് എന്ന് വേണം പറയാൻ. ഇവിടെ ടു തിങ് എന്നാണ് കുറിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഭാഗം ഗ്രാമാറ്റിക്കലി തെറ്റാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ശരി. നമുക്ക് ഗ്രാമാറ്റിക്കൽ എറർ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഫോർ ഡൂയിങ് ടു തിങ്സ് ഇഫേർട്ട്ലെസ്ലി നമുക്ക് തിരുത്തണം. ഓക്കെ, ടു കഴിഞ്ഞാൽ തിങ്സ് ആയിരിക്കണം, ത്രീ കഴിഞ്ഞാൽ തിങ്സ് ആയിരിക്കണം. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. സെലക്ട് ദ ആന്റോണിം ഓഫ് ദ വേർഡ്. ആന്റോണിം എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ വിപരീത പദം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പിന്നെ തീരെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ മലയാളത്തിൽ പറയുന്ന വിപരീത പദം എന്ന്. ഓക്കെ, അപ്പം ഈ താഴെ തന്നിരിക്കുന്ന ലോജിക്കൽ എന്ന് പറയുന്ന വാക്കിന്റെ വിപരീത പദം കണ്ടെത്തുക എന്നാണ് നമ്മുടെ ചോദ്യം. ഈ ലോജിക്കൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം അല്ലെ, ബുദ്ധിപൂർവ്വം ആലോചിച്ച് പ്രായോഗിക ബുദ്ധി ഉപയോഗിച്ച് എന്നൊക്കെ നമ്മൾ ചെയ്യുന്ന ലോജിക്കലി കറക്റ്റ് അല്ല എന്നൊക്കെ പറയും അല്ലെ. അത് നമ്മൾ പഠിച്ചു വെച്ചിട്ടൊന്നും അല്ല പറയുന്നത്. ബുദ്ധിപരമായിട്ടൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ, കോമൺ സെൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ, പ്രായോഗികപരമായിട്ടൊക്കെ നോക്കുമ്പോൾ എന്നൊക്കെയാണ് ലോജിക്കലിന്റെ അർത്ഥം. ഇവിടെ നോക്കുക, ലോജിക്കലിന് കുറെ അർത്ഥങ്ങളുണ്ട്. പ്രാക്ടിക്കൽ എന്നുണ്ട് അല്ലെ, ശരിയാണല്ലേ. പ്രാക്ടിക്കലി നമ്മൾ ചിന്തിക്കുന്ന ലോജിക്കൽ എന്നൊക്കെ പറയാൻ പറ്റും അല്ലെ. സെൻസിബിൾ, വളരെ ബോധത്തോടെ സംസാരിക്കുന്ന, യൂസ്ഫുൾ, ഇത് ലോജിക്കലാണ്. തെറ്റെന്ന് ആന്റോണിം എന്ന് പറയുന്നത് എന്താണ്, കോൺട്രാഡിക്ടറി ആണ്. കോൺട്രാഡിക്ടറി എന്ന് വെച്ചാൽ ഇത് ലോജിക്കലി എന്ന് പറയുമ്പോൾ നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന ആണ്, അല്ലെങ്കിൽ ആ ഒരു വഴിയാണ് ലോജിക്കൽ എന്ന് പറയുന്നത്. കോൺട്രാഡിക്ടറി എന്ന് പറയുന്നത് പരസ്പര വിരുദ്ധമായ അല്ലെങ്കിൽ വിരുദ്ധമായ എന്നാണ് അതിന്റെ അർത്ഥം. കോൺട്രഡിക്ടർ എന്ന് പറയുമ്പോൾ, അപ്പൊ കോൺട്രഡിക്ടർ എന്ന് പറയുമ്പോൾ വിരുദ്ധമായ, ഇത് പ്രാക്ടിക്കലി പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്, ഏതാണ്, കോൺട്രഡിക്ടറി ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, അപ്പം ലോജിക്കലിന്റെ ആന്റോണിം എന്ന് പറയുന്നത് എന്താണ്, കോൺട്രഡിക്ടറി ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ശ്രദ്ധിച്ചോളൂ, അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. സെലക്ട് ദ വേർഡ് വിച്ച് മീൻസ് same as the group of words given. A large number of fish swimming together. Okay, ഒരു കൂട്ടം കുറെ മീനുകൾ ഒരുമിച്ച് നീന്തുന്നു, ഇതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു കൂട്ടം മീനുകൾ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഒരു കൂട്ടം എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് ഏത് വാക്കെടുക്കാം എന്ന് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ എ ഹേർഡ് ഉണ്ട്, പാക്ക് ഉണ്ട്, മോബ് ഉണ്ട്, ഷോൾ ഉണ്ട്. ഓക്കെ, ഇത്തരത്തില് ഒരു കൂട്ടത്തെ നമ്മൾ മെൻഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളെ നമ്മൾ പറയുന്ന പേരാണ് കളക്റ്റീവ് നൗൺസ്. ഓക്കെ, കളക്റ്റീവ് നൗൺസ് എന്നാ പറയുക ഒരു കൂട്ടം എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ കളക്റ്റീവ് കളക്റ്റീവ് നൗൺസ് ആണ് ഈ ഹെഡ്, പാക്ക്, മോബ്, ഷോൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതുപോലെ വേറെയും കളക്റ്റീവ് നൗൺസ് ഉണ്ട്. ഇവിടെ ഫിഷിനെ സൂചിപ്പിക്കുന്ന കളക്റ്റീവ് നൗൺ എന്താണ്, ഷോൾ എന്നാണ്. ഷോൾ ഓഫ് ഫിഷ് എന്നാ പറയാ. ഓക്കെ, ഷോൾ ഓഫ് ഫിഷ് എന്നാ പറയാ. ഓക്കെ, ഷോൾ ഓഫ് ഫിഷ് എന്നാ പറയാ. അപ്പം ഇവിടുന്ന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ആൻസർ ഏതാ, ഓപ്ഷൻ ഡി, ഷോൾ. ഫിഷിനെ സൂചിപ്പിക്കാൻ വേണ്ടി, അല്ലെ ഫിഷിന്റെ കൂട്ടത്തെ സൂചിപ്പിക്കാൻ നമ്മൾ ഷോൾ എന്ന് പറയുന്ന വാക്കാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കി, ഇത് കുറെ ലിസ്റ്റ് ആണ് കേട്ടോ. ഇതൊരു ലിസ്റ്റ് ആണ്, ലിസ്റ്റ് ഓഫ് കളക്റ്റീവ് നൗൺസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. പൂക്കളെ സൂചിപ്പിക്കാൻ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്. അതുപോലെ തന്നെ പൂക്കളെ സൂചിപ്പിക്കാൻ ബ്ലൂം ഓഫ് ഫ്ലവേഴ്സ്. ഇതെല്ലാം കളക്റ്റീവ് നൗൺസാ. ഗ്രൂവ് ഓഫ് ട്രീസ്, ട്രീകളുടെ കൂട്ടത്തെ നമ്മൾ ഗ്രൂവ് ഓഫ് ട്രീസ് എന്ന് പറയുന്നുണ്ട്. കപ്പലുകളുടെ കൂട്ടത്തെ നമ്മൾ ഫ്ലീറ്റ് ഓഫ് ഷിപ്പ് എന്നാ പറയുക. ഓക്കെ, അതുപോലെ തന്നെ മരങ്ങളുടെ കൂട്ടത്തെ ഫോറസ്റ്റ് ഓഫ് ട്രീസ്. ഗാലക്സി ഓഫ് സ്റ്റാർ, നക്ഷത്രങ്ങളുടെ കൂട്ടത്തെ നമ്മൾ ഗാലക്സി എന്നാ പറയുക. അടുത്ത പാക്ക് ഓഫ് കാർഡ്, പാക്ക് ഓഫ് ലൈസ്, പെയർ ഓഫ് ഷൂസ്, സ്ട്രിങ് ഓഫ് പേൾസ്, റേഞ്ച് ഓഫ് മൗണ്ടൻസ്. ഓർത്ത് വെച്ചുള്ള മൗണ്ടൻ, പർവ്വത നിരകൾ എന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ നമ്മൾ റേഞ്ച് ഓഫ് മൗണ്ടൻസ് എന്നാ പറയുന്നത്. അതിൽ ആർമി ഓഫ് ആൻഡ്, ഉറുമ്പുകളുടെ കൂട്ടത്തിൽ നമ്മൾ ആർമി എന്ന് പറയുന്നു. ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്, ഫ്ലോക്ക് ഓഫ് ഷീപ്പ്. അപ്പൊ ഫ്ലോക്ക് എന്നൊക്കെ പറയുന്ന രണ്ടിന് ഉപയോഗിക്കുന്നുണ്ട്. ബേർഡ്സിനും ഷീപ്പിനും ഫ്ലോക്ക് എന്നാ ഉപയോഗിക്കുന്നത്. ഷിപ്പിന് ഫ്ലീറ്റ് എന്നാ പറയുക. ഹെർഡ് എന്ന് പറയുന്ന മാനുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ ഹെർഡ് എന്ന് പറയുന്നത്. അടുത്ത മർഡർ ഓഫ് ക്രോസ്, അതായത് കാക്കകളുടെ കൂട്ടത്തെ നമ്മൾ മർഡർ എന്ന് പറയുന്നു. പാക്ക് ഓഫ് വൂൾസ്, വൂൾഫ് ഉണ്ടല്ലോ, ചെന്നായ്ക്കളുടെ കൂട്ടത്തെ പാക്ക് എന്നാ പറയുക, പാക്ക് ഓഫ് വൂൾസ്. അതിന് ഹൈ ഓഫ് ബീസ്, ബീ എന്ന് വെച്ച് കഴിഞ്ഞാൽ തേനീച്ചയുടെ കൂട്ടത്തെ നമ്മൾ ഹൈവ് ഓഫ് എന്നാ പറയുക, അല്ലെങ്കിൽ ഹൈവ് എന്നാ പറയുക. സ്കൂള്, മീന് കൂട്ടത്തെ നമ്മൾ സ്കൂളെന്നും ഷോൾ എന്നും പറയാറുണ്ട്. സ്കൂൾ എന്നും പറയാറുണ്ട്. ഓക്കെ, അടുത്ത പ്രൈഡ് ഓഫ് ലയൺസ്, സിംഹങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ എന്താ പറയാ, പ്രൈഡ് എന്നാ പറയുന്നത്. പ്രൈഡ് ഓഫ് ലയൺസ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ
മൂങ്ങ, ഔൾ. അതിന്റെ കൂട്ടത്തിന് പാർലമെന്റ് എന്ന് പറയാം, പാർലമെന്റ് ഓഫ് ഔൾസ്. അടുത്ത പോഡ് ഓഫ് വെയിൽസ്. പോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിമിംഗലങ്ങൾ ഉണ്ടല്ലോ, നീല തിമിംഗലം. ആ തിമിംഗലങ്ങളുടെ കൂട്ടത്തെയാണ് നമ്മൾ പോഡ് എന്ന് പറയുന്നത്. അതുപോലെ കുതിരകളുടെ കൂട്ടത്തെ ടീം എന്നാ പറയാ, ടീം ഓഫ് ഹോഴ്സ് എന്നാ പറയാ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള. ഇത്രയല്ല, ഇതിൽ കൂടുതലുണ്ട് കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്ന ഭാഗത്തു നിന്ന്. ഓക്കെ ഓക്കെ, ഇത്രയാണ്. അതിൽ നിന്നൊരു ചോദ്യം എന്തായാലും ഉണ്ടാവും. ഇത് ഈ കളക്റ്റീവ് നൗൺസ് വരുന്നത് നമ്മൾ ഈ വൊക്കാബുലറി ഭാഗത്തു നിന്നാണ്. അപ്പൊ നമ്മൾ ഇതെല്ലാം പഠിപ്പിക്കും കേട്ടോ. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. അടുത്തൊരു വാക്കാണ്. സെലക്ട് ദ ആന്റോണിം ഓഫ് ദ വേർഡ് ബെനൈൻ. ഓക്കെ, BENIGN, ബെനൈൻ എന്ന് പറയുന്ന വാക്കിന്റെ ആന്റോണിം. ഓക്കെ, ബെനൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ജെന്റിൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ കൈൻഡ്ലി, ജെന്റിലി എന്നൊക്കെ നമ്മൾ പറയത്തില്ല, വളരെ ദയോടുകൂടി, വളരെ സ്നേഹത്തോടു കൂടി, ജെന്റിലായിട്ട് എന്നൊക്കെ പറയുന്ന വാക്കാണ് ബെനൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ബെനൈൻ എന്ന് പറയുന്നതിന് ഓപ്പോസിറ്റ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് മൈൽഡ്, ജെനിലി, അമിയബിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ ജെന്റിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ ആൻസർ എന്ന് വെച്ചാൽ ഹോസ്റ്റൽ ആണെന്നാണ് പറയുന്നത്. വളരെ ഡിസ്ലൈക്കോട് കൂടി ഒരു കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഹോസ്റ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബെനൈൻ്റെ ഓപ്പോസിറ്റ് ആണ് ഹോസ്റ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത ചൂസ് ദ അപ്രോപ്രിയേറ്റ് ഫോം ഓഫ് ടെൻസ് ഫോർ ദ ഗിവൺ സെന്റൻസ്. ഈ ഒരു സെന്റൻസ് വന്നിട്ടുണ്ട്. ഈ സെന്റൻസ് അകത്ത് നമുക്ക് ഒരു ബ്ലാങ്ക് സ്പേസ് ഉണ്ട്. അവിടെ നമുക്ക് റിക്വയറിംഗ് ഉണ്ട്, റിക്വയർ ഉണ്ട്, റിക്വയർഡ് ഉണ്ട്, റിക്വയർസ് ഉണ്ട്. അതായത് റിക്വയർ എന്ന് പറയുന്ന വെർബ്, റിക്വയർ എന്ന് പറയുന്ന വെർബിന്റെ ഏത് ടെൻസ് ആണ് ഇവിടെ കൊടുക്കേണ്ടതെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഏത് ടെൻസ് ആണ് കൊടുക്കേണ്ടെന്ന ചോദ്യം. ഇവിടെ നോക്ക്, ലീഡർഷിപ്പ് ഡാഷ് സക്സസ്. ഇത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. സക്സസ് എന്നുള്ളത് മാറ്റി സക്സസ് ഇവിടെയാണ് വരുന്നത്. ഓക്കെ, സക്സസ്. ഓക്കെ, ലീഡർഷിപ്പ് ഡാഷ് എ റാഷണൽ അപ്രോച്ച് ടു അച്ചീവ് സക്സസ്, ടു അച്ചീവ് സക്സസ് ഇൻ എനി ടാസ്ക്. ഏതൊരു ടാസ്കിലും വിജയം കൈവരിക്കണമെങ്കിൽ ലീഡർഷിപ്പ് ഡാഷ് റിക്വയർ ആണോ, റിക്വയർസ് ആണോ, റിക്വയർഡ് ആണോ, റിക്വയറിംഗ് ആണോ. ഇവിടെ നോക്കുക, ഇതൊരു ഫാക്റ്റ് ആണ് അല്ലേ. ലീഡർഷിപ്പിന് ഒരു വേണം, ഒരു റാഷണൽ അപ്രോച്ച് വേണം. ജീവിതത്തിൽ ലീഡർഷിപ്പ് സക്സസ്ഫുൾ ആവണമെങ്കിൽ റാഷണൽ അപ്രോച്ച് വേണം എന്ന് പറയുന്നത് ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഫാക്റ്റ് ആണ്. അപ്പൊ ഈ ജനറൽ സ്റ്റേറ്റ്മെന്റിനെയും ഫാക്റ്റിനെയും നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് ഫോം എന്താണ്? സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ 1. ഓക്കെ, അതാണ്. ഇപ്പൊ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഓക്കെ, സൂര്യൻ കിഴക്കുദിക്കുന്നു. ഇതൊരു ഫാക്റ്റ് ആണ്, ഒരു ജനറൽ ഫാക്റ്റ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഏതാണ്? സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ 1ാമത്തെ ഫോം അല്ലെ. അപ്പൊ ഇവിടെ ലീഡർഷിപ്പ് എന്താ വരുന്ന? 1ാമത്തെ വെർബല്ലേ വരുന്ന. റിക്വയറിംഗ് വരത്തില്ല. റിക്വയർ വരുമോ? റിക്വയർ വരാം, റിക്വയേഴ്സും വരാം. റിക്വയർഡും വരത്തില്ല, റിക്വയറിംഗ് വരത്തില്ല. ഇവിടെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ സിംഗുലർ അല്ലേ. സിംഗുലർ വരുമ്പോൾ SO ESO ഉള്ളതായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ലീഡർഷിപ്പ് റിക്വയേഴ്സ്, leadership requires a rational approach to achieve success in any task എന്ന് നമുക്ക് തിരുത്തേണ്ടിയിരിക്കുന്നു. അപ്പൊ നമ്മൾ അതിന്റെ ടാസ്ക് പഠിപ്പിക്കുന്ന ചോദ്യം മാത്രം നിങ്ങളൊന്ന് പരിചയപ്പെട്ടാൽ മതി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സെലക്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്സ്. അടുത്ത സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ടുപിടിക്കുക, അതായത് കറക്റ്റ് ആയിട്ട് സ്പെല്ലിംഗ് ഉള്ള വേർഡ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. ഇവിടെ നോക്കുക, റെഫ്രിജിറേറ്റർ ഉണ്ട്, റെഫ്രിജറേറ്റർ ഉണ്ട്, റെഫ്രിജറേറ്റർ ഉണ്ട്, റെഫ്രിജറേറ്റർ ഉണ്ട്. നമുക്ക് അറിയാവുന്ന വാക്കാണ്. ഓപ്ഷൻ സി ആണ് ശരി. റെഫ്രിജറേറ്റർ, REFRI ജറേറ്റർ. ഓക്കെ, REFRI ജറേറ്റർ, റെഫ്രിജറേറ്റർ, അതാണ് കറക്റ്റ് സ്പെല്ലിംഗ്. അടുത്ത നോക്കാം. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻഡ് സെഗ്മെന്റ് ഇൻ ദ ഗിവൺ സെന്റൻസ്. ഈ തന്നിരിക്കുന്ന അണ്ടർലൈൻഡ് സെന്റൻസിന്റെ കറക്റ്റ് ഏതാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്, കറക്റ്റ് ആയിട്ടുള്ളത്. ഇപ്പം എന്തെങ്കിലും മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്ഷനകത്ത് എടുത്തെഴുതാം. മാറ്റമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നോ ഇംപ്രൂവ്മെന്റ് കൊടുക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ഹി വെൽക്കംഡ് ദ ഓഡിയൻസ് വിത്ത് ദ ഹാർട്ട് ഫെൽറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ദെയർ കൈൻഡ് പ്രസൻസ് ഓൺ ദ ഡേ ഓഫ് ദ സോഷ്യൽ ഗാദറിംഗ് ഇൻ ദ കോളേജ്. അതായത് അയാൾ ആ ഓഡിയൻസിനെ സ്വാഗതം ചെയ്തു
വിത്ത് ഹാർട്ട് ഫെൽറ്റ് ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് വളരെ നന്ദിയോടുകൂടി, ഹൃദയം നിറഞ്ഞ നന്ദിയോടുകൂടി അല്ലെങ്കിൽ ഒരു ഓഡിയൻസിനെ അയാൾ സ്വാഗതം ചെയ്തു ഫോർ ദെയർ കൈൻഡ് പ്രസൻസ്, അവരുടെ സാന്നിധ്യത്തിന് ഓൺ ദ ഡേ ഓഫ് സോഷ്യൽ ഗ്യാതറിംഗ് ഇൻ ദ കോളേജ്. അതായത് ആ സോഷ്യൽ ഗ്യാതറിംഗ് നടക്കുന്ന സമയത്ത് ആ കൂടിയവരെയൊക്കെ അവരുടെ സാന്നിധ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അയാൾ ഓഡിയൻസിനെ വെൽക്കം ചെയ്തു എന്നാണ് ഇതിന്റെ സെന്റൻസ്. ഓക്കെ, മീനിങ് ഇതാണ്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് തിരുത്തേണ്ട ഭാഗം ഫോർ ദെയർ കൈൻഡ് പ്രസൻസ് എന്നാണ്. അതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ആദ്യം നമുക്ക് നോക്കാം. മിസ്റ്റേക്ക് നിങ്ങൾ കാണുന്നുണ്ടോ? ചിലപ്പം ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മിസ്റ്റേക്ക് കാണത്തില്ല, അല്ലെങ്കിൽ മിസ്റ്റേക്ക് കാണുമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ചോദ്യം മനസ്സിലായി. നമുക്ക് ഫോർ ദെയർ കൈൻഡ് പ്രസൻസസ് എന്ന് പറയാറുണ്ടോ? ഇല്ല, പ്രസൻസിന് നമ്മൾ പ്രസൻസ് മാത്രമേ പറയാറുള്ളൂ, പ്രസൻസസ് എന്ന് പറയാറില്ല. ഓക്കെ, ഓഫ് ദെയർ കൈൻഡ് പ്രസൻസ് എന്ന് പറയാറോ? ഇല്ല, അതും തെറ്റാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫോർ, ഓഫ്, ഈ രണ്ട് പ്രിപ്പോസിഷൻസിന്റെ യൂസേജ് പഠിക്കണം. ഓക്കെ, ഫോർ, ഓഫ്. ഓക്കെ, ഇവിടെ നമ്മൾ വേണ്ടിയിട്ടെന്നല്ലേ പറയുന്നത്, അപ്പം നമ്മളിവിടെ ഫോർ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അവരുടെ സാന്നിധ്യത്തിന്റെ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഫോർ ദെയർ കൈൻഡ് പ്രസന്റ് പറയുമോ? ഒരിക്കലും പറയത്തില്ല. അപ്പം ഇതിനകത്ത് ഇതൊന്നും ചേരത്തില്ല. അപ്പം നോ ഇംപ്രൂവ്മെന്റ് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ ഈ സെന്റൻസ് ശരിയാണ്. ഫോർ ദെയർ കൈൻഡ് പ്രസൻസ് എന്നാണ് ശരിയായ ഉത്തരം. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത ചോദ്യമാണ് ഡിഫൈൻഡ് ഡയറക്ഷൻസ് സെലക്ട് ദ സിനോണിം. ഓക്കെ, നമുക്കതൊരു വാക്ക് വന്നിട്ടുണ്ട്. ആ വാക്കാണ് അഡൾട്ടറേറ്റഡ്. ഓക്കെ, അഡൾട്ടറേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സിനോണിം കണ്ടുപിടിക്കാം. അഡൾട്ടറേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തിനകത്ത് എന്തെങ്കിലും മായം ചേർത്ത് വൃത്തികേടാക്കി അല്ലെങ്കിൽ നശിപ്പിക്കുകയോ ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അഡൾട്ടറേറ്റഡ് എന്ന് പറയുന്നത്. ഒരു സാധനം നമ്മൾ അതിനകത്ത് ചേർക്കും, ഓക്കെ, ചേർത്തിട്ട് നശിപ്പിക്കും, അതാണ്. അപ്പോൾ കമ്പൈൻഡ് എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക എന്നാ. അപ്പോൾ ഇതിന്റെ സിനോണിം അല്ല. ഫ്യൂസ്ഡും എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്, കൂടിച്ചേരുന്നതാണ് ഫ്യൂസ് അല്ലെങ്കിൽ ഫ്യൂഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പം പക്ഷെ അത് നശിപ്പിക്കുന്നില്ല. ഇവിടെ കണ്ടാമിനേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നശിപ്പിക്കുക എന്നാണ്. സോ അഡൾട്ടറേറ്റഡ് എന്താണ്? കണ്ടാമിനേറ്റഡ് ആണ് സിനോണിം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എന്താണ്? ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ് ഐഡന്റിഫൈ ദ സെഗ്മെന്റ് ഇൻ ദ സെന്റൻസ് വിച്ച് കണ്ടെയ്ൻസ് എ ഗ്രാമാറ്റിക്കൽ എറർ. നമുക്ക് താഴെ തന്നിരിക്കുന്ന സെന്റൻസിനകത്ത് ഗ്രാമാറ്റിക്കൽ എറർ കണ്ടുപിടിക്കുക. ഗ്രാമറിന്റെ കുറെ ക്വസ്റ്റ്യൻസ് ആയി. ഓക്കെ, നമ്മൾ ഓരോ ടൈപ്പും ഓരോ തരത്തിലാണ് വരുന്ന നോക്കിയോ. The book provide ample guidance and practice in learning English conversations effectively for all the groups. Okay, the book provide ample guidance and practice in learning English conversations effectively for all age group. അതായത് എല്ലാ ഏജ് ഗ്രൂപ്പിനും ഇംഗ്ലീഷിന്റെ കോൺവെർസേഷൻ പഠിക്കാൻ ഈ പുസ്തകം നല്ല ഒരു ഗൈഡൻസ് ആണ് എന്ന് നമ്മൾ പറയും. ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറയും. ഓക്കെ, ദ ബുക്ക് പ്രൊവൈഡ്, ഇവിടെ നോക്കുക. ദ ബുക്ക് പ്രൊവൈഡിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടോ? നോക്ക്. ഫോർ ഓൾ ഏജ് ഗ്രൂപ്പ് മിസ്റ്റേക്ക് ഇല്ല. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ബുക്ക് പ്രൊവൈഡിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ അതിനകത്ത് മിസ്റ്റേക്ക് നമ്മൾ നോക്കണ്ട. ഫോർ ഓൾ ഏജ് ഗ്രൂപ്പ് അതിനകത്ത് മിസ്റ്റേക്ക് വരുന്നില്ല. ആംബിൾ ഗൈഡൻസ് ആൻഡ് പ്രാക്ടീസ് അതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടോ? ഇല്ല. ഇൻ ലേണിംഗ് ഇംഗ്ലീഷ് കോൺവെർസേഷൻ മിസ്റ്റേക്ക് ഇല്ല. നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും ദ ബുക്ക് പ്രൊവൈഡിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ദ ബുക്ക് എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പം സിംഗുലർ വെർബ് മാത്രമേ ചേരൂ. ഓക്കെ, ഇപ്പൊ സിംഗുലർ സബ്ജക്റ്റ് ദ ബുക്ക്. ഓക്കെ, പ്രൊവൈഡ്. ഓക്കെ, ഇത് പ്രൊവൈഡ് എന്ന് പറയുന്നത് അത് സിംഗുലർ അല്ല, പ്ലൂറൽ ആണ്. അതിനോട് എസ് ചേർത്താൽ മാത്രമേ സിംഗുലർ ആവത്തുള്ളൂ. അപ്പം ഇതാണ് മിസ്റ്റേക്ക്. ആൻസർ എന്ന് പറഞ്ഞാൽ ദ ബുക്ക് പ്രൊവൈഡ് എന്നുള്ളതാണ് തെറ്റ്. ബുക്ക് പ്രൊവൈഡ്സ് എന്ന് വേണം പറയാൻ. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഇതൊരു തുടക്കമാണ്. ഓക്കെ, നമ്മുടെ ഒരു ഇംഗ്ലീഷിന്റെ ലെസൺ 1 എന്ന് നമുക്ക് വേണം പറയാം. ഒരു തുടക്കം മാത്രമായിട്ട് നമ്മൾ ആണ് ഇന്നത്തെ ക്ലാസ് ഇട്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിതിനകത്ത് ഒരുപാട് ചോദ്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ നിങ്ങളെ ആ MTS പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഭാഗത്തു നിന്ന് ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ വരാം എന്നുള്ളൊരു
ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സംഭവം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് ഈ വീഡിയോ ഫുള്ളൊന്ന് കാണുക, അതിൻ്റെ ഒരു സെറ്റപ്പ് മനസ്സിലാക്കുക എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നതെന്ന്. അതിനുശേഷം നമുക്ക് കൂടുതൽ സെഷൻസ് നമുക്ക് എടുക്കാം, കൂടുതൽ ഇംഗ്ലീഷിൻ്റെ സെഷൻസ്, അതുപോലെ നിങ്ങൾക്ക് വൊക്കാബുലറി ആണെങ്കിൽ ശരി, ഗ്രാമർ ക്ലാസ്സുകൾ, സബ്ജക്റ്റ് വെർബ്, ഇങ്ങനെ കുറേ ഭാഗങ്ങളുണ്ട്. അപ്പം നമ്മളിത് പ്രോപ്പറായിട്ട് അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ട്രാക്ക് ചെയ്ത് പോവുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അപ്ലൈ ചെയ്യാത്തവർക്ക് ഇനി ഡേറ്റ് ഉണ്ട്, അപ്പം നോക്കുക, നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് പഠിച്ച് ഈ ഒരു സെൻട്രൽ ലെവൽ സർവീസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സാലറിയും പാക്കേജും ഒക്കെ ഉള്ള നല്ലൊരു സർവീസാണ്. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഇതിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ഓക്കെ, അത്യാവശ്യം ഒരു ആവറേജ് ലെവൽ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളെ സംബന്ധിച്ച് ക്രാക്ക് ചെയ്യാൻ പറ്റും. 80% ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പം നമ്മുടെ വീഡിയോകളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നമുക്കും നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുള്ളൊരു ഊർജ്ജമാണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും വീഡിയോ കണ്ടതിന് താങ്ക്സ്. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.